ഹായ് എവ്രിവൺ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോവാണ്. പള്ളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പള്ളി കഴിഞ്ഞിട്ടുള്ള ഫുഡാണിത്. ഹായ് എവ്രിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോകുന്നതും, ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒന്നും പള്ളിയിൽ പോകാനൊക്കത്തില്ല, പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട്. ഓഫ് മെയിനായിട്ടും സൺഡേസിൽ അങ്ങനെ ഓഫ് കിട്ടാറില്ല. അപ്പം ഇന്ന് പോകുന്ന വീഡിയോകളൊക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ സിജോയും കുഞ്ഞ് എഴുന്നേൽക്കാനുള്ള പ്ലാനൊക്കെ തുടങ്ങി. അവർ രണ്ടുപേരും ഉറങ്ങുകയാണ്. അപ്പം നമുക്ക് അവരെ വിളിക്കാം. ഓൾറെഡി ടൈം ആയി. അച്ഛേ അച്ഛേ എഴുന്നൂട്ടാ ഇടണേ, എഴുന്നേക്ക്, പള്ളിയിൽ പോണ്ടേ. ഈഹാന് നമുക്ക് പള്ളിയിൽ പോണ്ടേ. ഈഹാൻ കുട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാരെയും ഒരുവിധം എഴുന്നേപ്പിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ പോകാൻ റെഡിയായി. പിന്നെ ഉറങ്ങുവാണ്. ഏടൻ ഇതാ വരുന്നു. സിജോ ക്യാമറയുടെ പുറകിലുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളും സിജോ നേർച്ചയിടാൻ വേണ്ടി പൈസ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുഞ്ഞെഴുന്നേറ്റ് പാല് കുടിക്കുന്നു. ഏടൻ എവിടെയുണ്ട്? എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളമായി ഞങ്ങൾ പള്ളിയിൽ പോയിട്ട്. സ്ഥിരമായി ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റാറില്ല. അതിനൊന്നാമത്തെ റീസൺ ദൂരെ കൂടുതൽ തന്നെയാണ്. ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടാറില്ല. ഓഫ് കിട്ടുന്ന സമയങ്ങളൊക്കെ അത് ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സിജോയ്ക്കും ഓഫ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റി. ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്നത് ഒരു കുതിരയെ ടോ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം പള്ളിയിലെത്താറായി. ഈ ലെഫ്റ്റ് തിരിയുന്ന സ്ട്രീറ്റിൽ എവിടെയെങ്കിലുമാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബോക്സ് ഉള്ളതാണോ നോക്കണം, പിന്നെ യെല്ലോ ലൈൻ ആണോ നോക്കണം, ടൈം ഡ്യൂറേഷൻ നോക്കണം. ഇതൊക്കെ നോക്കി പാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സേഫായിട്ടുള്ളൊരു സ്ഥലം നോക്കി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്.
പള്ളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ കയറാൻ പോവാണ്. ഇതായിരുന്നു നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ഫുഡ്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ഉള്ളപ്പം അവർ സ്പോൺസർ ചെയ്യുന്ന ഫുഡാണിത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഇന്ത്യൻ ഷോപ്പിലോട്ട് പോകാനാണ്. ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇന്ത്യൻ ഷോപ്സൊക്കെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളും സാധനങ്ങളും അരിയും ഒക്കെ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി കടയിൽ ചെന്നിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉള്ളത്. കമാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു കടയാണ്. ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ അരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പച്ചക്കറികളും പിന്നെ പഴങ്ങളുണ്ട്, ഏത്തക്കയുണ്ട്, പിന്നെ ചക്കയുണ്ട്. പക്ഷെ ഞങ്ങൾ ചക്കയൊന്നും വാങ്ങിയില്ല. പിള്ളേർക്ക് ഇടാനൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ചിപ്സൊക്കെ അവന് ഇഷ്ടമാണ്, അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പൊറോട്ട, ഏത്തക്കയപ്പം എന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരി, പിന്നെ നമുക്ക് ഉഴുന്നുവട കിട്ടും. ഇതൊക്കെ ഉണ്ട്. നമുക്ക് 4 മണിക്കൊക്കെ ഒരു ചായയുടെ കൂടെ കഴിക്കാം. ഉഴുന്നുവട, ഏത്തക്കയപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓവനകത്തൊക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. പിന്നെ പൊറോട്ട ഒക്കെ മേടിച്ചാലും പെട്ടെന്ന് ജോലിക്കൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തന്നെ രാവിലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാനൊക്കെ പറ്റും. ഞങ്ങളതൊക്കെ ഇടയ്ക്ക് മേടിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല പല ഐറ്റംസും ഇവിടെ ഉണ്ട്. മിക്ക ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ഫാമിലേക്കാണ് പോയത്. ഇത് പോകുന്ന വഴി തന്നെയുള്ളൊരു ഫാമാണ്. ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതൊരു പോകുമ്പോൾ കയറണമെന്ന്, പക്ഷേ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് എന്തായാലും ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ കൊണ്ട് കയറി. അവർക്കാണെങ്കിലും സമ്മർ ഹോളിഡേ ഒക്കെ തുടങ്ങിയത് കാരണം അവർക്കൊരു എൻജോയ്മെൻ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളിന്ന് എന്തായാലും ഫാമിലോട്ട് കയറാൻ കയറി. പക്ഷേ അൺലക്കി ആയിരുന്നു ഞങ്ങൾ. കാരണം സ്ട്രോബെറിയുടെ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞാണോ എന്ന് അറിയില്ല. അവിടെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പച്ചയായിരുന്നു കിടന്നിരുന്നത്. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കുറേ ബ്ലാക്ക് കറണ്ട് ഉണ്ടായിരുന്നു, വൈറ്റ് കറണ്ടും റെഡ് കറണ്ട്സും മാത്രം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ചെറിയ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങുമായിട്ട് ചെറിയ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കണ്ട് അവർ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരു ഡിസ്പോസിബിൾ ട്രേ ഒക്കെ കൊടുത്തു അവർക്ക് പറിച്ച് ഇടാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ എത്ര പറിക്കുന്നു അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. അവരത് തൂക്കിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി പിള്ളേർക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, അവർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്തു അവർ. ഈ കാണുന്നതാണ് സ്ട്രോബെറിയുടെ ചെടി. പക്ഷെ അതിനകത്ത് കുറച്ചൊക്കെ ഉള്ളൂ. അവരത് തീർന്നതെല്ലാം പറിച്ച് വെളി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതാണ് വൈറ്റ് കറണ്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട്. കാണുന്നത് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നല്ല പുളിയാണ്. നമ്മുടെ നാട്ടിലെ ലവലോലിക്ക പോലെയൊക്കെയുള്ള നല്ല പുളിയാണ്. ഈ കാണുന്നതാണ് റെഡ് കറണ്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട്. അതിൻ്റെ തന്നെ സെയിം സാധനം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അടുത്തതാണ് നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത്. ഇതിന് വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ചെറിയ പുളിയൊക്കെ ഉണ്ട്. ഇതാണ് സ്ട്രോബെറി വെച്ചിരിക്കുന്ന ഗ്രീൻ ഹൗസ്. ഇതിനകത്തെല്ലാം പച്ചയായിട്ട് നിൽക്കുകയാണ്. പിള്ളേർ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. കുറേ പറിച്ച് അവർ ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ കഴിച്ചുമില്ല. നല്ല പുളി കാരണം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
അവർക്ക് പറിക്കാനുള്ളൊരു ഇഷ്ടം കാരണം ഇങ്ങനെ പറിച്ച് കൂട്ടുമായിരുന്നു. അങ്ങനെ അവർ നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളതിന് പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയതൊരു ഇവരുടെ തന്നെ ഒരു ഫ്രഷ് മിൽക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ഒരു ഇതായിരുന്നു. അവിടെ ചെന്ന് നമ്മളൊരു മിൽക്ക് ഷേക്ക് വാങ്ങി. സ്ട്രോബെറി ആയിരുന്നു ഏതാണ് ഇഷ്ടം, അപ്പോൾ നമ്മൾ സ്ട്രോബെറി വാങ്ങിച്ചു. ഫ്രഷ് മിൽക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഫ്രഷ് മീറ്റ് കിട്ടുമായിരുന്നു. അത് പക്ഷേങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നതിന് മുമ്പേ സിജോ അത് ഓൾറെഡി വാങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.